ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ മെയിൻലി നോക്കാൻ പോകുന്നത് നമ്മുടെ മാർവൽ DC സൈഡിൽ നിന്നിട്ടുള്ള മേജർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ആദ്യം മാർവലിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർവൽ സോണി ബേസുമായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സംഭവം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാഡം വെബ് ഇറങ്ങി ഇപ്പോൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ പിന്നെ റിസ്ക് എടുക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സിനിസ്റ്റർ 6 ബേസ് ചെയ്തിട്ടുള്ളൊരു ലൈവ് ആക്ഷൻ മൂവി അവർ വേണ്ടി ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം ഇവരിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഇതിനും ഈ ഒരു പടം, അതായത് ഈ സിനിസ്റ്റർ 6 പടത്തിനും മിക്കവാറും ഇപ്പോൾ മാഡം വെബിന് സംഭവിച്ച പോലെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ മൈൽസ് മൊറാലസിനെ ബേസ് ചെയ്തിട്ടൊരു പടം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അതും ഇവർ കൊണ്ട് നശിപ്പിക്കാതിരുന്നാൽ കൊള്ളാം. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഈ ഒരു മൈൽസ് മൊറാലസിനെ ബേസ് ചെയ്തിട്ട് വരാൻ പോകുന്ന സ്പൈഡർമാൻ മൂവി നമ്മുടെ MCU കണക്റ്റഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ പലരും പറയുന്നുണ്ട് ഈ സ്പൈഡർമാൻ 4, അതായത് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4-നകത്ത് മൈൽസ് മൊറാലസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട്, ഇല്ലെന്നും പറയുന്നുണ്ട്. നമുക്കിപ്പം എന്തെങ്കിലും ഒരു ട്രസ്റ്റ് സോഴ്സിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെൻറി കാവിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് നമുക്കറിയാം. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മാർവലിൽ, അതായത് MCUവിൽ ജോയിൻ ചെയ്തിട്ടുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും പല ഇൻസൈഡേഴ്സ് വഴി നമുക്ക് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ആ ഒരു റോൾ ഏതാണെന്ന് റിവീൽ ചെയ്യാൻ പോകണമെന്ന് ഒരു ഇൻസൈഡർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെൻറി കാവിൽ MCUവിൽ ഏത് ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നത് നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തണ്ടർ ബോൾസ് എന്നുള്ളൊരു മൂവി നമുക്ക് MCU, അതായത് നമ്മുടെ ഡെഡ്പൂളിന് ശേഷം വരാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ഈ ഒരു പടമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിനകത്ത് മെയിൻലി ഒരു 3 ക്യാരക്ടേഴ്സ് ഈ ഒരു പടത്തിലോട് കൂടി ഡെഡ് ആവാൻ പോവുകയാണെന്നൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അത് ഏത് ക്യാരക്ടേഴ്സ് ആണെന്ന് നമുക്കിപ്പോൾ ലീക്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു നിഗമനം അനുസരിച്ചിട്ട് നമ്മൾ ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് കണ്ടിട്ടുള്ള നമ്മുടെ ഗോസ്റ്റും അതേപോലെ തന്നെ റെഡ് ഗാർഡിയൻ പിന്നീട് ടാസ്ക് മാസ്റ്റർ, ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ തട്ടിപ്പോകാനും ചിലപ്പം ഈ 3 പേരും തട്ടിപ്പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പല ഇൻസൈഡേഴ്സും പുറത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഡെത്ത് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും മെയിൻ നമ്മുടെ ബക്കി US ഏജൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ എലീനയ്ക്കോ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർ ഫ്യൂച്ചർ പ്രോജക്ട്സിൽ ആവശ്യമുള്ളതാണ്. പക്ഷേ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെയും കാര്യം അതാണെങ്കിലും ഇപ്പം ഈ ഒരു പടത്തിനകത്ത് ഏതോ ഒരു 3 ക്യാരക്ടർ മരിക്കുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ MCUവിൽ വോയിഡ് എന്നുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ലോക്കി സീരീസിനകത്തൂടെ ആണെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന മൂവിക്കകത്ത് നമ്മുടെ ഡെഡ്പൂൾ 3 അല്ലെങ്കിൽ ആ ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ എന്നുള്ള മൂവിക്കകത്തും ഈ ഒരു വോയിഡിന് വലിയൊരു പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ട്രെയിലർ തന്നെ നമ്മളെടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ MCUവിലെ ബാറ്റിൽ വേൾഡ് മിക്കവാറും ഈ വോയിഡ് ആവാനുള്ളൊരു ഭയങ്കര സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഏകദേശം കൺഫേം ആയ രീതിയിലാണ് ഇപ്പം നമുക്ക് പല ഒരു ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന നമ്മുടെ സീക്രട്ട് വാർസ് പടത്തിനകത്ത് ഈ വോയിഡിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സീക്രട്ട് വാർസ് എന്നുള്ള ഒരു ഈവൻറ്റ് നടക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സീക്രട്ട് വാർസ് എന്നുള്ളൊരു മൂവിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്നുള്ള ആ ഒരു പടമാണ് ഇപ്പം കറൻ്റ്ലി അവർ എടുത്ത് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു അവഞ്ചേഴ്സ് 5 എന്നുള്ളൊരു പടം ഇറങ്ങും, പക്ഷേ മറ്റൊരു ടൈറ്റിലായിരിക്കും, മറ്റൊരു വില്ലനെയും വെച്ചിട്ടായിരിക്കും അവർ ഇറക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ കൺഫേം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് MCU ഫാൻസിന് ഒരു പുതുമയായിട്ടുള്ളൊരു ന്യൂസും കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ MCUവിൻ്റെ സൈഡിൽ നിന്ന് ഒരു പിക്സാർ ആനിമേഷൻ മൂവി വരാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ലീക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മാർവലും പിക്സാറും കൂടെ ചേർന്നിട്ട് ഇപ്പം നമുക്കറിയാം X-Men 97 എന്നുള്ളൊരു ആനിമേറ്റഡ് സീരീസ് വരുന്നുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് മാർവൽ ആനിമേഷൻ എന്നുള്ളൊരു പുതിയ ഒരു സ്റ്റുഡിയോ, അതായത് നമ്മുടെ MCU മാർവൽ സ്റ്റുഡിയോ പോലെ തന്നെ ആനിമേഷൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പിക്സാറും കൂടെ ചേർന്നിട്ടുള്ള ആനിമേറ്റഡ് മൂവി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഒരു ഡെവലപ്മെൻറ്റിൽ ഇരിക്കുകയാണെന്നുള്ളൊരു അപ്ഡേറ്റും കൂടാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ആനിമേറ്റഡ് മൂവീസ്, അതായത് നമ്മുടെ സോണി സ്പൈഡർവേഴ്സ് ഇറക്കിയ പോലെ ആനിമേറ്റഡ് മൂവീസും സീരീസൊക്കെ ഇനി കൂടുതൽ വരാൻ നല്ല സാധ്യതയും കാണുന്നുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ DCയുടെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം DC എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർമാൻ ലെഗസി എന്നുള്ള പടത്തിൻ്റെ അപ്ഡേറ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പടമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ ജെയിംസ് ഗൺ ഒരു ഫോട്ടോ അതിന് മുമ്പ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിന് ശേഷം നമ്മുടെ ഒഫീഷ്യൽ സൂപ്പർമാൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡേവിഡ് കോൺസെപ്റ്റ് നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു ലുക്കിലുള്ള ഒരു ലീക്ഡ് ഫോട്ടോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം, പെട്ടെന്ന് മാറ്റും, കാരണം ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒഫീഷ്യലി നമ്മുടെ ജെയിംസ് ഗൺ ഒരു സൂപ്പർമാൻ്റെ ഒരു ലോഗോ ഇപ്പോൾ അവർ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലോഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർമാൻ്റെ കോമിക്സ് വെച്ചിട്ടുള്ളവർക്കറിയാം, അതായത് കിങ്ഡം കംസ് എന്നുള്ള ഒരു കോമിക് ലൈൻ സ്റ്റോറി ലൈൻ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളൊരു സൂപ്പർമാനെ ബേസ് ചെയ്തിട്ടുള്ള കോമിക്സാണ് ആ ഒരു വന്നിട്ടുള്ളത്. അപ്പം അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോഗോയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ലോഗോയാണ് നമ്മുടെ ലൈവ് ആക്ഷനിൽ, അതായത് സൂപ്പർമാൻ ലെഗസി മൂവിക്കകത്ത് നമ്മുടെ സൂപ്പർമാൻ്റെ സ്യൂട്ടിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ കൺഫേം അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ഒഫീഷ്യൽ പിക്ക് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗൺ ഈ ഒരു പടം എടുക്കുന്നതെന്ന് പറയുമ്പോൾ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്യൂട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് ഈ ഒരു ലീക്ഡ് ആയിട്ടുള്ള ഫോട്ടോ കണ്ടിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ പക്ക അതിൽ തുണി വെച്ച് ചെയ്ത പോലത്തെ ഒരു സ്യൂട്ടാണ് കാണുന്നെങ്കിലും പക്ഷേ അവർ ഒഫീഷ്യലി വിട്ടിട്ടുള്ള ആ ഒരു ലോഗോയിലോട്ട് നോക്കുമ്പം അത്യാവശ്യം നമ്മുടെ ഹെൻറി കാവിലിൻ്റെ ആ ഒരു സ്യൂട്ട് എങ്ങനെയാണോ, അതായത് സ്പാൻഡെക്സ് പോലത്തെ ഒരു സ്യൂട്ട് എങ്ങനെയാണോ അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ലോഗോ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു നല്ല സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പടത്തിൻ്റെ ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് എന്തായാലും ഈ വർഷം ഈ ഒരു പടം റിലീസാവുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു വലിയൊരു ചേഞ്ച് ഈ ഒരു പടത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു പടത്തിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യം കിട്ടിയ ഒരു അപ്ഡേറ്റ് പ്രകാരം, അതായത് ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രകാരം സൂപ്പർമാൻ ലെഗസി എന്നാണ് പടത്തിന് ടൈറ്റിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രകാരം സൂപ്പർമാൻ, അതായത് വെറും സൂപ്പർമാൻ എന്നുള്ള ടൈറ്റിലാണ് ഇപ്പം ഈ ഒരു പടം തിയേറ്ററിൽ വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം വരാൻ പോകുന്ന സീക്വൽസിനായിരിക്കണം മിക്കവാറും അഡീഷണൽ ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വരാൻ പോകുന്ന ഈ ഒരു പടത്തിന് വെറും സൂപ്പർമാൻ എന്ന് മാത്രമേ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആരൊക്കെ നമ്മുടെ ഈ ഒരു സൂപ്പർമാൻ ലെഗസിക്ക് വേണ്ടി വൈബ്ഡ് ആണെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഈ ഒരു സെയിം യൂണിവേഴ്സിൻ്റെ പാർട്ടായിട്ട് തന്നെ വരാൻ പോകുന്ന മറ്റൊരു പ്രോജക്റ്റാണ്, അതായത് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വണ്ടർ വുമനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആമസോൺസിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സീരീസാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ കാസ്റ്റിംഗ് നമുക്ക് ഉടനെ തന്നെ കിട്ടാൻ പോകുകയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ MCUവിൻ്റെ ആ ഒരു ലെവലിൽ നമ്മുടെ പുതിയ DC വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമ്മുടെ മാർവൽ DC സൈഡിൽ നിന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലുള്ള മാർവൽ DC അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഞാനപ്പോൾ ഇതുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ബൈ ഗൈസ്.